കശ്മീരുകാർ ഏറെ സ്നേഹത്തോടെ സച്ചിൻ ടെണ്ടുൽക്കറെ സ്വീകരിച്ചു. അദ്ദേഹം റോട്ടിൽ അവർക്കൊപ്പം പന്ത് തട്ടി. ഇപ്പോൾ വലിയ തോതിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ മനോഹര ദൃശ്യങ്ങൾ. अब खेलते हो? कैच बोल रहा है इसे कौन भी अटेट है यार पता यार ലാൽകൃഷ്ണനോട് നമുക്കൊപ്പം. ലാൽ, എനിക്ക് തോന്നുന്നു ഈ റിട്ടയർമെൻറ്റിന് ശേഷം ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് താരം എന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരിക്കുന്നു. കാരണം അദ്ദേഹം ഇങ്ങനെ നിരന്തരം യാത്രകൾ, ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് അവിടെ ചായ കുടിക്കുന്നു. ഇതെല്ലാം നല്ല കൃത്യമായി നല്ല ഭംഗിയായി സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സച്ചിൻ. അപ്പോൾ ആ യാത്രയാണ് കാശ്മീരിൽ, ബാറ്റ് തേടിയുള്ള യാത്ര കൂടിയാണ്. അപ്പോൾ മനോഹരമായ കാഴ്ച. അത് കാശ്മീരിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ കാശ്മീരിൻ്റെ ഒരു മാർക്കറ്റ് കൂടി വലുതാകാൻ സഹായിക്കും സച്ചിൻ്റെ ഈ സന്ദർശനം, അല്ലേ? എനിക്ക് ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കാര്യം പറയുമ്പം കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല അമ്മ എന്ന് പറയുമ്പോൾ, പിന്നെ എനിക്ക് എൻ്റെ മോളെ ഞാൻ എന്തായാലും അവരെ കെട്ടിച്ചു കൊടുക്കില്ല. പഠിക്കാൻ ജോലി ചെയ്യേണ്ട സമയത്ത് ചുമ്മാ ക്രിക്കറ്റ് കളിച്ച് നടക്കുക ചെറുക്കന്മാർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് പറയുമ്പം പഠിക്കേണ്ട സമയത്തോ ജോലി ചെയ്യേണ്ട സമയത്തോ ക്രിക്കറ്റ് കളിച്ച് വെറുതെ നടക്കുന്നൊരുത്തൻ എന്നുള്ള രീതിയിലുള്ള സാധനം നമ്മളൊന്ന് ആലോചിക്കുക. പലപ്പോഴും മോട്ടിവേഷൻ വരാറുണ്ട്. 10ാം ക്ലാസ് തോറ്റുപോയി ചെറുക്കനാ എന്നിട്ട് ക്രിക്കറ്റും കളിച്ച് നടക്കുമായിരുന്നു എന്ന് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളോട് പറയുമ്പോൾ നമ്മൾ തിരിച്ച് പറയണ്ടായാലാണ്. വേറൊരു കാര്യം ഞാൻ ആലോചിച്ചത്, ഞാനും ദിവിഷൊക്കെ കൂടി ഇങ്ങനെ ഒരു പാടത്ത്, നമ്മൾ പാടം എടുത്താൽ മതി, പാടത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാർ കൊണ്ട് നിർത്തിയിട്ട് അതിൻ്റെ അകത്ത് ഈ മനുഷ്യൻ വന്നിറങ്ങിയിട്ട് എന്നെ കൂടി കളിക്ക് കൂട്ടാവോ എന്ന് ചോദിച്ചാലുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ദിവിഷ്. സത്യത്തിൽ ദിവിഷിന് എന്തായാലും ഒരു ത്രില്ലടിച്ച് ഇനി ബോൾ ചെയ്യണോ ബാറ്റ് ചെയ്യണോ, എവിടെന്നാ ബോൾ പന്തെന്നൊക്കെ അന്വേഷിച്ച് നിൽക്കുന്നൊരു അവസ്ഥ ഉണ്ടാവില്ലേ? സച്ചിനപ്പുറത്തേക്ക് ഒരു ക്രിക്കറ്റ് താരത്തെ ഇതുവരെ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതാണ് അവസ്ഥ. അതായത് നമ്മൾ പറയുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം, ഭൂമിയിൽ സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് എന്നാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഭൂമിയിൽ ഒരു ക്രിക്കറ്റിനൊരു ദൈവം ഉണ്ടെങ്കിൽ അത് ഇയാളാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ വീഡിയോയിൽ തന്നെ പലരും പറയുന്ന സച്ചിൻ്റെ ആദ്യത്തെ വിസിറ്റാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ എന്ന് പറയുന്നത്. അതാണോന്ന് എനിക്കറിയില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാന ഭാഗം ശരിക്കും കളിക്കുന്നുണ്ട്. ലാസ്റ്റ് ബോൾ എന്ന് പറഞ്ഞിട്ട് സച്ചിൻ ആ ബാറ്റ് നേരെ തിരിച്ചു പിടിക്കുകയാണ്. കൈ പിടിക്കുന്ന പിടിയുടെ ഭാഗം എടുത്തിട്ടാണ് ലാസ്റ്റ് ബോൾ പുള്ളി ബാറ്റ് ചെയ്യുന്നത്. അതും ഒരു ഉഗ്രൻ ഷോട്ട് അടിച്ചുകൊണ്ടാണ് നിർത്തുന്നത്. അപ്പോഴും അവിടെയുള്ളവർ പറയുന്നുണ്ട് അതും അയാൾ അടിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത്രത്തോളം ഗംഭീരമായി ആ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഞാൻ പലപ്പോഴും എൻ്റെ ഒരു യാഥാർത്ഥ്യം പറയാം, എൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ഞാൻ സത്യത്തിൽ ഇടായിരുന്നൊരു പേര് സച്ചിൻ എന്നായിരുന്നു. അത് സച്ചിൻ ടെണ്ടുൽക്കറുള്ള ആരാധന മൂത്തുകൊണ്ട് തന്നെ ഇടായിരുന്ന പേരാണ്. പക്ഷെ ആ പേര് ഇട്ടില്ല. വേറെ പല പേരുകളും പലരും സജസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ വേറെ ഇമ്പ്രഷൻ തോന്നിയൊരു പേര് വന്നപ്പം ആ പേരങ്ങ് ഇട്ട് കോമൺ പേരിട്ട് പോയതാണ്. പക്ഷെ അത്രത്തോളം എനിക്ക് ആരാധന തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ജീവിക്കുന്ന രീതിയിലും കളിക്കുന്ന രീതിയിലും ഇത്രത്തോളം മാന്യനായൊരു കളിക്കാരൻ ഗ്രൗണ്ടിലുണ്ടോ എന്ന് സച്ചിനോടുള്ള എല്ലാവരുടെയും ഏറ്റവും വലിയ സ്നേഹം അതാണ്.